നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ദേ ആർ സ്റ്റിൽ ലാക്കിംഗ് എ പ്രൊഫൈൽ ലൈക്ക് മൈൻ ആൻഡ് ദേ ആർ സ്റ്റിൽ ലുക്കിംഗ് ഫോർ ഇറ്റ്. പറയുന്നത് ടോണി ക്രൂസ് ആണ്. റയൽ മാഡ്രിഡിനെ കുറിച്ചാണ് അദ്ദേഹം ഇത്തരത്തിൽ പറയുന്നത്. ഡെല്ലാ സ്പോർട്ടിനോട് സംസാരിക്കവേ അദ്ദേഹം പറയുന്നു, റയലിന് ഇപ്പോഴും എന്നെപ്പോലെ ഒരാളെ മിസ് ചെയ്യുന്നുണ്ട്, എൻ്റെ പോലുള്ളൊരു പ്രൊഫൈൽ അവർ മിസ് ചെയ്യുന്നുണ്ട്. ഇപ്പോഴും അവരതിനു വേണ്ടിയിട്ട് സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയുള്ള ഒരുപാട് കളിക്കാരൊന്നും അവൈലബിൾ അല്ല. ഇനി ഉള്ളവരെ തന്നെ എത്തിക്കുക എന്നുള്ളത് അത്ര എളുപ്പമുള്ള കാര്യവുമല്ല എന്നുകൂടി ടോണി ക്രൂസ് പറയുന്നു. ഇത് റയലിൻ്റെ ആരാധകരെന്ന് പറയുന്ന കാര്യമാണ്. ടോണി ക്രൂസിനെ അവർ മിസ് ചെയ്യുന്നുണ്ട്. ക്രൂസിനെ പോലൊരു താരത്തെ മധ്യനിരയിൽ ലഭിക്കുക എന്നുള്ളത് ഏതൊരു കോച്ചിൻ്റെയും സ്വപ്നമാണ്. സോ അദ്ദേഹം തന്നെ അതങ്ങ് പറയുന്നതേ ഉള്ളൂ, എന്നെപ്പോലൊരു പ്രൊഫൈൽ ഇപ്പോഴും റയൽ മിസ് ചെയ്യുന്നുണ്ട്. അവരത് സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയുള്ളവർ കുറവാണ്, ഉള്ളവരെ കിട്ടുക എന്നത് തന്നെ ബുദ്ധിമുട്ടാണ് എന്ന് അദ്ദേഹം പറയുന്നു. എന്തായാലും സാബി അലോൺസോയുടെ റയലിലെ പ്രകടനം എങ്ങനെയുണ്ട്? ഇപ്പോൾ ക്ലബ്ബ് വേൾഡ് കപ്പിൽ അവർ സെമിയിലൊക്കെ എത്തിയിട്ടുണ്ടല്ലോ. അപ്പോൾ ആ ഘട്ടത്തിൽ ടോണി ക്രൂസ് പറയുന്ന മറുപടി നോക്കുക. ഇപ്പോഴേ നമ്മൾ സാബിയുടെ റയൽ മാഡ്രിഡിനെ ജഡ്ജ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് ടു ഏർലി ആയി പോകും. അതിനുള്ള സമയമായിട്ടില്ല. എന്തൊക്കെ ചേഞ്ചസ് ആണ്, എന്തൊക്കെ ഐഡിയാസാണ് അദ്ദേഹം ഇംപ്ലിമെൻ്റ് ചെയ്യാൻ പോകുന്നത്, അതൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. എനിക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യം, ജർമ്മനിയിൽ സാബി നന്നായിട്ട് അദ്ദേഹത്തിൻ്റെ പണി ചെയ്തിട്ടുണ്ട്. എന്തായാലും എന്തൊക്കെയാണ് അഡ്ജസ്റ്റ് ചെയ്യപ്പെടേണ്ടത് അതൊക്കെ നന്നായിട്ട് മനസ്സിലാവുകയും അത് വേണ്ട വിധത്തിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ കെൽപ്പുള്ള ആളുമാണ് സാബി. എന്തായാലും മാറ്റങ്ങൾ ഉണ്ടാവേണ്ട കാര്യങ്ങളുണ്ട്, പക്ഷേ ഒരുപാട് ക്വാളിറ്റി ഇപ്പോഴും റയൽ മാഡ്രിഡിലുണ്ട്. സോ മികച്ച രൂപത്തിൽ തന്നെ കാര്യങ്ങൾ മുന്നോട്ട് പോകുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് എന്നുകൂടി ഇപ്പോൾ ടോണി ക്രൂസ് പറയുന്നു. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് കൊണ്ടെത്താം.